നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേച്ചി നമസ്കാരം. ഇന്നലെയാണ് നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു. മമ്മൂട്ടി ബ്രഹ്മയുഗത്തിൽ അഭിനയത്തിന് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മികച്ച നടിയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരുപാട് അവാർഡുകളാണ് പല സിനിമയ്ക്കായിട്ടൊക്കെ കിട്ടിയിരിക്കുന്നത്. നമുക്കത് അതൊക്കെ അതിലോട്ട് വരാം. ഇതിൽ തുടക്കം മുതലേ അറിയാം, അതിനു മുൻപ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ അതിദാരിദ്ര്യം ആയിട്ടും പ്രഖ്യാപിച്ചതിൽ ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമലഹാസനെയായിരുന്നു മുഖ്യ അതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് പല കാരണങ്ങൾ കൊണ്ടും മമ്മൂട്ടി മാത്രമായിരുന്നു എത്തിയത്. മോഹൻലാലും കമലഹാസനും എത്തിയില്ല. അതിന് പിന്നാലെ 2 ദിവസം കഴിയുമ്പോഴാണ് അവാർഡ് പ്രഖ്യാപനം വരുന്നത്. അതിൽ നമ്മുടെ മമ്മൂട്ടിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ പല ആളുകളും ഇതിൻ്റെയൊക്കെ ഒരു ലൈവ് പോകുമ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, മമ്മൂട്ടി മിഞ്ഞാന്ന് പരിപാടിക്ക് വന്നതുകൊണ്ടായിരിക്കാം മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തത്, മോഹൻലാൽ വരാത്തത് കൊണ്ടായിരിക്കാം മോഹൻലാലിന് അവാർഡ് കൊടുക്കാതിരുന്നത്. അതിന് പിന്നാലെ ചില ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. ഇനി പിന്നാലെ മോഹൻലാലിൻ്റെ ഏതെങ്കിലും പഴയ കേസുകളുമെല്ലാം കുത്തിപ്പൊക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ച ആളുകൾ പല കോമഡിയായിട്ടും ട്രോളായിട്ടൊക്കെ ഇങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ട്. ഏതായാലും അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത ഉണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഒരു അവസാന ഘട്ടത്തിൽ ഇവർ പല പ്രശ്നങ്ങൾ പറഞ്ഞാണ് ഒഴിവായത്? എന്നാലും അങ്ങനെ പ്രശ്നങ്ങൾ മനഃപൂർവ്വം പറഞ്ഞ് ഒഴിവായതാണോ, അതോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഒഴിവാവലായിരുന്നു അത്? മോഹൻലാലും കമലഹാസനും വരാത്തത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇത് അതിദാരിദ്ര്യമുക്ത കേരളമൊന്നും അല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. മമ്മൂട്ടി അത് പറയുന്നത്, നമുക്ക് വേണ്ടുന്ന അതിദാരിദ്ര്യമുക്ത കേരളം, ദാരിദ്ര്യം അനുഭവിക്കുന്ന നിരവധി പേർ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് പറയാതെ പറയുന്നത്. പക്ഷെ മമ്മൂട്ടിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. കൈരളിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയല്ലേ, അപ്പോൾ വരാതിരിക്കാൻ പറ്റില്ല. ഏതായാലും അവാർഡ് കൊടുക്കാതിരുന്നത് ഈ ഒരു കാര്യം കൊണ്ടല്ല. അത് കൃത്യമായിട്ടുള്ള ബ്രഹ്മയുഗത്തിന് മമ്മൂട്ടി അത് അർഹിക്കുന്ന അവാർഡാണ്, അത് കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ പണി വരുമോ എന്നുള്ള കൃഷ്ണേന്ദുവിൻ്റെ രണ്ടാമത്തെ ചോദ്യം, അത് പണി വന്നു കഴിഞ്ഞു, പണി വരും, അത് ഉറപ്പാണ്. കാരണം പിണറായി വിജയന് ആരെങ്കിലും ദേഷ്യപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാകുന്ന തരത്തിൽ പിണറായി വിജയനോട് ഒരിത് കാണിച്ചു കഴിഞ്ഞാൽ അവർ ഈ പറയുന്നത് പോലെ അങ്ങനെ ഇങ്ങനെയൊന്നും ജീവിച്ചു പോവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മോഹൻലാലിന് അടുത്ത പണി വരാൻ തുടങ്ങിയാണ്. നമുക്കറിയാം, 2011 ജൂലൈ 22 മോഹൻലാലിൻ്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിൽ ആനക്കൊമ്പ് ഉൾപ്പെടെ ഏകദേശം 12 ശില്പങ്ങൾ, ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങളും ആനക്കൊമ്പുകളും കണ്ടെത്തിയിരുന്നു. അപ്പോൾ അന്നത് വലിയ വിവാദമൊക്കെ ആയിരുന്നു. ഈ ആനക്കൊമ്പ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ഉള്ള തരത്തിൽ വലിയ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള ലൈസൻസ് അന്ന് മോഹൻലാലിന് ഇല്ലായിരുന്നു. അതായിരുന്നു വലിയ പ്രശ്നത്തിലേക്ക് നയിച്ചത്. കേസിലേക്കൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ആനക്കൊമ്പുകൾ സൂക്ഷിക്കണമെങ്കിൽ ലൈസൻസ് വേണമെന്നുള്ളത് ഒരുപക്ഷെ മോഹൻലാലിന് അന്ന് വലിയ അറിവൊന്നുമില്ലായിരുന്നു. അദ്ദേഹം അതിൽ പെടുകയാണ്. ഇനി അറിവില്ല എന്ന് പറഞ്ഞ് കോടതി ചെന്ന് നിൽക്കാനും പറ്റത്തില്ല അദ്ദേഹത്തിനെ പോലുള്ള വ്യക്തിക്ക്. ഏതായാലും പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷെ അന്ന് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്തായിരുന്നു, തിരുവഞ്ചൂരായിരുന്നു വനംവകുപ്പിൻ്റെ മന്ത്രി. അപ്പം ഈ പറയുന്നോണം നാനാഭാഗങ്ങളിൽ നിന്നും മോഹൻലാലിനെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തണം, ഊരിക്കണം എന്ന് സർക്കാർ തലത്തിൽ തന്നെ വലിയ രീതിയിൽ പ്രതിരോധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മോഹൻലാലിനെ ഇതിൽ നിന്നും ഊരിപ്പിക്കേണ്ടതെന്നുള്ളത് പറയില്ല. കാരണം അന്നത്തെ കാലത്ത് ആനക്കൊമ്പ് മോഷണം വലിയ രീതിയിൽ നടത്തുന്നുണ്ട്. അതായത് ഈ ചില ആനകളൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോവുക, അത് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ വനംവകുപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഒരുപക്ഷെ കോടതിയുടെ നിർദ്ദേശപ്രകാരമൊക്കെ ഇത്തരത്തിൽ അനധികൃതമായിട്ട് ആനക്കൊമ്പ് കടത്തൽ ഉണ്ട് എന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എല്ലായിടങ്ങളിലും റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയത്. അപ്പോൾ ഇതിനകത്ത് കുറേ ആൾക്കാർ തന്നെ ഈ ഇത്തരത്തിൽ ആനക്കൊമ്പ് മോഷണം ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയവരുടെ കയ്യിൽ നിന്നാണ് മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് അന്ന് പിടികിട്ടിയത്. അതായത് ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പുകളുടെ ഇടയില മോഹൻലാൽ പറഞ്ഞ ഒരു കൃഷ്ണകുമാറോ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, അയാളിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷെ ഇതുവരെ ഈ കൃഷ്ണകുമാറിനെ കണ്ടെത്താനായിട്ടില്ല, അയാൾ ആരെന്നുള്ളത് മനസ്സിലായിട്ടുമില്ല. അപ്പം അങ്ങനെ ആ ഒരു കേസ് അങ്ങനെ മുമ്പോട്ട് പോയത്. അതായത് ഒരു പൊതു താല്പര്യ ഹർജി വന്നതുകൊണ്ടാണ് പിന്നെ അത് കേസിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിരവധി ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ഇത് മോഹൻലാലിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ളത്. അത് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും വളരെയധികം ശ്രമിക്കും. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് തന്നെ അന്ന് ഈ വനം വകുപ്പിൻ്റെ ചില കാര്യങ്ങൾ, അതായത് ഇവർ ഇതിനകത്ത് ചില വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇടുമല്ലോ, അത് മാറ്റേണ്ടുന്ന ഒരവസ്ഥയുണ്ടായി. അത് ഇദ്ദേഹത്തിന് വേണ്ടി തന്നെ നിയമം ഒന്ന് മാറ്റി പിടിച്ചു എന്ന് തന്നെ
അങ്ങനെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പിന്നെ ലൈസൻസ് ഇല്ലായിരുന്നു എന്നുള്ളത്, ലൈസൻസ് പിന്നീട് ഈ പറയുന്നതോണം നൽകുകയും ചെയ്തു. പക്ഷെ അതിലും വലിയ വിവാദമായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനം വെച്ചുകൊണ്ടാണ് ലൈസൻസ് എടുത്തത് എന്നുള്ള രീതിയിലുള്ള വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഈ പറയുന്നോണം തിരുവഞ്ചൂർ ഒക്കെ വളരെയധികം വനം വകുപ്പുമായിട്ട് സംസാരിക്കുകയും ഈ പറയുന്ന കേസിൽ നിന്ന് ഊരിപ്പോ. പക്ഷെ വനം വകുപ്പ് എന്ത് ചെയ്തെന്ന് അറിയാമോ, ഈ പറയുന്നത് പോലെ ആദ്യമൊക്കെ മോഹൻലാലിന് എതിരായിട്ട് തന്നെയായിരുന്നു ഇന്ന് അവർ തന്നെ ഈ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു ചെയ്തത്. ഫയൽ ചെയ്തതിന് ശേഷം പക്ഷേ സർക്കാർ തലത്തിൽ നിന്നുള്ള പ്രഷർ കാരണം ഇവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, മോഹൻലാലിൻ്റെ ഉടമസ്ഥതയിൽ തൽക്കാലത്തേക്ക് ആനക്കൊമ്പ് വയ്ക്കാനുള്ള ഇത് സർക്കാർ നൽകുക. അപ്പോൾ അങ്ങനെ സർക്കാർ നൽകി കഴിഞ്ഞാൽ അത് 2015 അത്തരത്തിലുള്ള ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയത്, സർക്കാർ നൽകി. അപ്പോഴേ ഈ പറയുന്ന വിജ്ഞാപനം പുറപ്പെടുവിക്കണം, അതായത് ഇന്ന കക്ഷിയുടെ മേലിൽ ഞങ്ങൾ സർക്കാർ തലത്തിൽ ഈ പറയുന്നത് പോലെ ഒരു ഇത് ഞങ്ങൾ കൊടുക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കണമായിരുന്നു. പക്ഷേ ഈ അന്ന് വനം വകുപ്പ് എന്ത് ചെയ്തു, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ തിരുവഞ്ചൂരിനെയും ഉമ്മൻചാണ്ടിയെയും മോഹൻലാലിനെയൊക്കെ പറ്റിക്കുന്ന തരത്തിലായിരുന്നു അന്നത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അതിൻ്റെ ആവശ്യമില്ല, അത് കൊടുക്കണ്ട എന്നുള്ള തരത്തിൽ. അപ്പോൾ വെറും ഒരു ഉത്തരവ് മാത്രമാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു പൊതു താല്പര്യ ഹർജി വന്നപ്പോൾ എന്ത് ചെയ്തു, ഇത് കൃത്യമായിട്ടുള്ള ഇതല്ല, ഇതിൽ നിൽക്കത്തില്ല, ഈ ആനക്കൊമ്പ് ഒരിക്കലും ഈ വിജ്ഞാപനം ഇറക്കാതെ, അന്നത്തെ കാലത്ത് വിജ്ഞാപനം ഇറക്കാത്തത് കൊണ്ട് ഇതൊരിക്കലും മോഹൻലാലിൻ്റെ കയ്യിൽ വെക്കാൻ പറ്റത്തില്ല, ഗസറ്റിൽ വേണം ഇത് പബ്ലിഷ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. 2015 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് ആനക്കൊമ്പുകൾ സൂക്ഷിക്കാൻ മോഹൻലാലിന് സർക്കാർ അന്ന് അനുമതി നൽകിയത്. സർക്കാരാണ് അനുമതി നൽകിയത്. പക്ഷെ അന്ന് വിജ്ഞാപനം ഗസറ്റിൽ പബ്ലിഷ് ചെയ്തില്ല. അന്നത്തെ വനംവകുപ്പ് ഉത്തരവ് ഇറക്കിയിരുന്നെങ്കിലും പക്ഷെ അത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യാത്തത് കൊണ്ട് ഈ ഒരു കാര്യം മോഹൻലാലിന് നിയമപരമായിട്ട് നേരിടേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് പിണറായിയുടെ കാല് പിടിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ പിണറായിയുടെ മോഹൻലാലിൻ്റെ ഇടയിലുള്ള ചില സൗഹൃദങ്ങൾ പറയുന്നത് പിണറായിയെ മോഹൻലാൽ ഒന്ന് വിളിച്ചാൽ മതി, ഒരു പക്ഷേ ഇതിൽ നിന്ന് ഊരിപ്പോകാം. സർക്കാരിന് ഒരു വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് മോഹൻലാലിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും, ആനക്കൊമ്പ് സൂക്ഷിക്കാം. പക്ഷേ ഇതുവരെ മോഹൻലാലിൻ്റെ അഡ്വക്കേറ്റ് പറയുന്നത് കസ്റ്റോഡിയൻഷിപ്പിൻ്റെ കാര്യത്തിൽ കോടതി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഉടമസ്ഥാവകാശത്തിൻ്റെ കാര്യത്തിലാണ് കോടതി ഇപ്പോൾ തീർത്തും പറഞ്ഞിരിക്കുന്നത്. മോഹൻലാലിന് അതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. കാരണം ഇത് ഗസറ്റിലൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല അന്നത്തേത്. ഇപ്പം അന്നത്തെ ഈ ഉത്തരവ് പ്രകാരം വീണ്ടും വനംവകുപ്പിന് കൈമാറിക്കഴിഞ്ഞാൽ, പിണറായിയുടെ സർക്കാരിൻ്റെ ഒരു ഇതോടുകൂടി വനംവകുപ്പിന് ഇറക്കിക്കഴിഞ്ഞാൽ, കാരണം ഒരിക്കൽ വനംവകുപ്പ് കൊടുത്തതല്ലേ, അതായത് അന്നത്തെ മന്ത്രി കൊടുത്തതല്ലേ, അപ്പോൾ വീണ്ടും ഇതൊരു അന്വേഷണമൊന്നും അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് വീണ്ടും ഇതുപോലെ ഒരു ഉത്തരവ് ഇറക്കി വിജ്ഞാപനം തയ്യാറാക്കി ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാം. ഇത് ഒരു പക്ഷേ പിണറായി സർക്കാരിന് പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് ഇതിവൃത്തങ്ങൾ പറയുന്നത്. മോഹൻലാൽ കുറച്ച് വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പോൾ ഈ ഒരു ഉടമസ്ഥാവകാശത്തിൻ്റെ കാര്യം വരുമ്പോൾ പഴയ കേസ് അതുപോലെ കുത്തിപ്പൊക്കാൻ സാധ്യതയുണ്ട്. ഈ ആനക്കൊമ്പ് എവിടെ വന്ന് ഇതിൻ്റെ അന്വേഷണം ഊർജിതമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കൃഷ്ണകുമാർ ആരാണ്, ഇതെങ്ങനെയാണ് മോഹൻലാലിൻ്റെ കൈകളിലെത്തിയത്, ഇത്തരത്തിലുള്ള മറ്റേതെങ്കിലും ഇടപാടുകളുണ്ട്. അങ്ങനെയാണ് ഗണേശന് ഇപ്പോൾ പണിയിട്ട്. ഗണേശൻ്റെ കയ്യിൽ ഇത്തരത്തിലുള്ള നിരവധി ആനക്കൊമ്പുകളുണ്ടെന്നാണ് പറയുന്നത്. അന്ന് 65,000 രൂപ എങ്ങാണ്ട് കൊടുത്താണ് മോഹൻലാൽ ഈ ആനക്കൊമ്പ് വാങ്ങിയത്. അപ്പം ഇനിയിപ്പോൾ ഗണേശനും പണി കിട്ടും. അപ്പം ഗണേശന് ഇനി പണി കിട്ടാതിരിക്കാനെങ്ങാണ് പിണറായി എന്തെങ്കിലും ഈ പറയുന്നോണം മോഹൻലാലിന് ചെയ്തു കൊടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഇതുവരെ അദ്ദേഹം യാതൊരു മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് നല്ല ദേഷ്യമുണ്ട്. കാരണം ഈ അതിദാരിദ്ര്യം മുക്ത കേരളം എന്ന പരിപാടിയിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ, പക്ഷെ നേരിട്ട് വിളിച്ച് ഫോണിലൂടെ അറിയിച്ചിരുന്നു പിണറായി വിജയനെ. പക്ഷെ ചെന്നൈയിൽ ഉണ്ടായിരുന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിൻ്റെ ആ ഒരു നീരസം പിണറായി വിജയനുണ്ട്. പക്ഷെ അത്ര പെട്ടെന്നൊന്നും പിണറായി വിജയൻ വഴങ്ങുമെന്ന് തോന്നില്ല. മോഹൻലാലിൽ ഒരു പക്ഷേ വിളിച്ച് കാലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ട് മോഹൻലാലിന് തന്നെ ഈ ഒരു വിജ്ഞാപനം തയ്യാറാക്കി വേണമെങ്കിൽ അത്. പക്ഷേ ഇതൊരു പൊതു താല്പര്യ ഹർജി ആയതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ഒരുപക്ഷെ ഇത് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപക്ഷെ സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും, പക്ഷേ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ പറയുന്നത് പോലെ മോഹൻലാലിനെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ, സർക്കാർ തലത്തിലുള്ള കേസുകൾ പിൻവലിക്കാനൊക്കെ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നിലനിൽക്കുക. ഉമ്മൻചാണ്ടി സർക്കാരിന് അന്ന് ഒരു അബദ്ധം പറ്റിയതാണ്. വനം വകുപ്പിനെ വിശ്വസിച്ചതാണ് അവർക്ക്. അല്ലെങ്കിൽ അന്ന് തിരുവഞ്ചൂർ ഒരു വിജ്ഞാപനം തയ്യാറാക്കി ഗസറ്റിൽ പബ്ലിഷ് ചെയ്താൽ മതിയായിരുന്നു, ഈ ഒരു നൂലാമാലകൾ വരത്തില്ലായിരുന്നു. ഏതായാലും ഇപ്പോൾ എന്താണ്
വനംവകുപ്പിലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് മാത്യു സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയാണ്. ഈ പൊതു താല്പര്യ ഹർജി ആയതുകൊണ്ട് തന്നെയാണ് വലിയൊരു വെല്ലുവിളി മോഹൻലാലിന് വന്നിരിക്കുന്നത്. ഏതായാലും ഈ ജെയിംസ് മാത്യുവിന് ഈ ആനക്കൊമ്പിന് പിന്നിലെ കഥകളൊക്കെ എല്ലാം അറിയാം. അന്നത്തെ കാലത്ത് സർവീസിലുണ്ടായിരുന്ന ആളാണ്. വളരെ സത്യസന്ധനായിട്ടുള്ള വ്യക്തിയൊക്കെയാണെന്നാണ് പറയുന്നത്. ഏതായാലും സുപ്രീം കോടതി പോയാലും താൻ കേസ് ജയിക്കുമെന്നാണ് ജെയിംസ് പറയുന്നത്. 2011 ജൂലൈ 22-ന് ഈ ഒരു ആദായ നികുതി വകുപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്തുള്ള മറ്റുള്ള ആനക്കൊമ്പ് ഇത് മാഫിയകളെ പിടിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് മോഹൻലാലിൻ്റെ കയ്യിൽ ലീഗ് ചെയ്ത് വന്നപ്പോഴാണ് മോഹൻലാലിൻ്റെ കയ്യിലും ഇത്തരത്തിൽ ആനക്കൊമ്പുകളും ഒക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. ഇനി എന്തായാലും പിണറായി കടാക്ഷിക്കണം. അങ്ങനെ ഇങ്ങനെയൊന്നും പിണറായി കടാക്ഷിക്കില്ല. ഏതായാലും മോഹൻലാൽ വെട്ടിലായിരിക്കും. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് മോഹൻലാലിൻ്റെ നരേന്ദ്രമോദി സ്തുതിയൊന്നും പിണറായിക്ക് അത്ര അങ്ങോട്ട് പിടുത്തമൊന്നുമല്ല. അതുകൊണ്ട് എല്ലാം കൂടെ വെച്ച് ഇതിനകത്ത് കൊടുക്കുമോ എന്നുള്ളതും അറിയില്ല. പക്ഷേ സംസ്ഥാന ഈ അവാർഡ് പ്രഖ്യാപനവുമായിട്ട് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം മമ്മൂട്ടിക്ക് ഒരു പക്ഷേ പ്രമയുഗത്തിന് ദേശീയ അവാർഡ് ഉൾപ്പെടെ കിട്ടുമെന്ന് പറഞ്ഞെടുത്ത ഒരു സംസ്ഥാന അവാർഡെങ്കിലും കിട്ടിയിരിക്കണം. കാരണം അതിനകത്ത് നല്ല അഭിനയം തന്നെയാണ്, അദ്ദേഹത്തിന് തന്നെ കിട്ടണമെന്ന് തോന്നി. എന്ന് വെച്ച് മോഹൻലാൽ അത്ര മോശമെന്നല്ല പറയുന്നത്. ഭ്രമയുഗം ഒരു വ്യത്യസ്തമായിട്ടുള്ള അതിലെ കഥാപാത്രങ്ങളും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെ ഭ്രമയുഗത്തിന് അത് പോരാ, നല്ലൊരു സിനിമ എന്നുള്ള രീതിയിലും ഭ്രമയുഗം എടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാം കൂടെ തൂത്തുവാരി ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സും മറ്റുള്ളതിനുമാണ് കിട്ടിയിരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിലും നിരവധി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അത് മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. ഈ മോഹൻലാലിന് ഇനിയിപ്പം ഇതെന്തിനാ സംസ്ഥാന അവാർഡ് കിട്ടി, അങ്ങേർക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടല്ലോ ഈ പറയുന്ന ദേശീയ അവാർഡുകളും ഇപ്പോൾ ഈ ഫാൽക്കെ അവാർഡ് ഉൾപ്പെടെ നിരവധി കിട്ടി അങ്ങേർക്ക് ഈ പറയുന്നതാണ്. അത് മമ്മൂട്ടിക്കൊന്നും വലിയ വിഷയമല്ല. ഈ പറയുന്നത് പോലെ ഇതിലും കുറച്ച് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചതിലും നിരവധി വിഷയങ്ങൾ വന്നിട്ട് 1-ാം തീയതി പ്രഖ്യാപിക്കേണ്ടതെന്ന് 3-ാം തീയതി പ്രഖ്യാപിച്ചത് എന്തിനെന്നൊരു ചോദ്യം വരുന്നുണ്ട്. ആ 2 ദിവസം എന്തൊക്കെയോ ആരുടെയൊക്കെ പേരുകൾ മാറ്റാനും മാറ്റപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനും വലിയൊരു ഭൂകമ്പമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം മഞ്ഞുമൽ ബോയ്സിനെല്ലാം കൂടെ തൂത്തുവാരി കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ജനപ്രിയ സിനിമ തന്നെയല്ലേ ആവേശം. അപ്പോൾ ജനപ്രിയ സിനിമയ്ക്ക് പോട്ടെ മഞ്ഞുമൽ ബോയ്സ് കൊടുക്കാം. പക്ഷേ എല്ലാ മഞ്ഞുമൽ ബോയ്സിലെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഉള്ളൊഴുക്ക് പോലുള്ള നല്ല നല്ല സിനിമകൾ എത്രയോ സിനിമകൾ ഉണ്ടായിരുന്നു അതിന് ഇടയ്ക്കുള്ളത്. അപ്പോൾ ആ സിനിമകൾക്കൊന്നും കൊടുക്കാതെ എല്ലാം കൂടെ തൂത്തുവാരി അതിന് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വേടന് കൊടുത്തതിലാണ്. കുതന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ, ആ പാട്ടിനകത്ത് എന്ത് ഇതാണ് കാവ്യാത്മകതയാണ് കണ്ടതെന്നുള്ള മനസ്സിലാവുന്നില്ല. പക്ഷെ വേടൻ എഴുതിയ മറ്റൊന്ന് 2 കൃതികൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. എനിക്കൊന്ന് വിയർപ്പ് തുന്നിയിട്ട കുപ്പായവും അതിലൊക്കെ നല്ല വരികളെങ്കിലും ഉണ്ട്. ഈ കുതന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ എന്ന് പറഞ്ഞ പാട്ടിന് ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള ഇങ്ങനെ വേണമെങ്കിൽ പുതിയൊരു അവാർഡായിട്ട് പ്രഖ്യാപിക്കാം. പുതിയൊരു റാപ്പ് സോങ്ങർ ദേശീയ സംസ്ഥാന അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ പ്രഖ്യാപിച്ചു കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ റാപ്പ് സിംഗർ എന്നുള്ള രീതിയിൽ, അതേപോലെ തന്നെ റാപ്പ് മ്യൂസിക്, ലിറിക്സ് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പുതിയ ഒരു ഘട്ടം എത്തിക്കൊണ്ട് അതിന് വേണമെങ്കിൽ കൊടുക്കായിരുന്നു. അല്ലാതെ ദേശീയ അവാർഡ് കിട്ടാൻ അങ്ങനെ തന്നെ വയലാറും ഈ പറയുന്ന ഓൻവിയൊക്കെ സ്വർഗത്തിലിരുന്ന് എന്തായിരിക്കും പറയുന്നത് എന്ന് ചിന്തിക്കാൻ ഞാൻ പറഞ്ഞില്ല. ട്രോളുകളുടെ പെരുമഴയാണ്. മാത്രമല്ല ഈ പറയുന്നത് പോലെ ബാലതാരങ്ങൾക്കുള്ള ഒറ്റ അവാർഡ് കൊടുത്തിട്ടില്ല. ബാലതാരങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാൻ, എനിക്കൊന്ന് ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ആ കുട്ടികളൊക്കെ എന്ത് നന്നായിട്ടാണ്. അവർക്കൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു അവാർഡ് കൊടുക്കുമ്പം ഈ വരും തലമുറയ്ക്ക് കുറച്ചുകൂടി സിനിമയിലൊക്കെ വരാൻ ഒരു പ്രചോദനം, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഇതൊക്കെ ആയിരിക്കും, ഒരു വഴിത്തിരിവായിരിക്കും. അതുപോലെ ഇവരെ വെച്ച് പുതിയ പുതിയ സിനിമകൾ എടുക്കാൻ മറ്റുള്ള നിർമ്മാതാക്കളും സംവിധായകരും ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾക്കോ സിനിമ താരങ്ങൾ അല്ലെങ്കിൽ ബാലതാരങ്ങളെ കണ്ടെത്താൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നുണ്ട്. പിന്നെ മാത്രമല്ല വേടനെ പോലുള്ളവരെ ഇപ്പം കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പല പരിപാടികളും കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ഒരു എഴുത്തുകാരി ഇത്തരത്തിൽ പറയുന്ന കേട്ടു, ഈ ലൈംഗിക പീഡകനെയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായിട്ടുള്ളവരെയും കഞ്ചാവ് അടിച്ചു നടക്കുന്നവരെയൊക്കെ ആണല്ലോ ദേശീയ അവാർഡൊക്കെ കൊടുക്കുന്നത്, ഇത്തരത്തിലുള്ളവരെയാണല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ പല പൊതുപരിപാടികളും പങ്കെടുപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങളൊക്കെ വേടനെതിരെ വരുന്നുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. മോഹൻലാലിന് പൂട്ടുമോ എന്ന് ചോദിച്ചാൽ ഇനി പിണറായിയുടെ കയ്യിലാണ് മോഹൻലാൽ ഇരിക്കുന്നത്. എന്തായാലും കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും. കാരണം ഈ ആനക്കൊമ്പ് മോഷണമായിട്ടൊക്കെ ഈ
ഇത്തരത്തിലുള്ള വിഷയമായതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഒരു പക്ഷേ മോഹൻലാൽ വരാൻ ഒരിക്കൽ ഒഴിഞ്ഞു മാറിയ തേഞ്ഞു മാറിയ കേസാണ് വീണ്ടും ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു വിധി ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. ഇനി ഏതായാലും പിണറായിയുടെ കൈകളിലാണ് ഇത്. പിണറായി പറയുന്നത് പോലെ അല്ലെ ചെയ്യുന്നത് പോലെ ഇരിക്കും മോഹൻലാലിന്റെ ആനക്കൊമ്പ് വിഷയം.